കാന്താരി മുളകിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കിടിലൻ ഡിഷാണ്. കിടിലം എന്നൊന്നും പറയാൻ വയ്യ, ഒരു നോർമൽ കിടിലൻ ഡിഷ് എന്ന് വേണം പറയാം. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായി എല്ലാവരുടെയും വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ടല്ലോ. ഈ ഇഡ്ഡലി രാവിലെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് നമ്മൾ വൈകുന്നേരത്തേക്കാണ് കഴിക്കാറുള്ളത്. രാവിലെ കഴിച്ച അതേ ഡിഷ് തന്നെ സെയിം നമ്മൾ ഈവനിങ് കഴിക്കുമ്പോൾ നമുക്ക് സാധാരണയായി ബോറടിക്കാറുണ്ട്. പലർക്കും അത് ഇഷ്ടപ്പെടാറില്ല. നമ്മൾ ബാക്കി വരുന്ന സാധനം എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പേര് ഇഡ്ഡലി ക്യൂബ്സ് എന്നോ ഇഡ്ലി മഞ്ചൂരി എന്നോ അല്ലെങ്കിൽ ഇഡ്ലി ഫ്രൈ എന്നൊക്കെ പറയാം. ഈ ഒരു ഡിഷിന് ആദ്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇഡ്ഡലി തന്നെയാണ്. ഇഡ്ഡലി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സ്ക്വയറായി ക്യൂബ്സായിട്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 4-5 ഇഡ്ഡലി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വല്ലാതെ ചെറുതാക്കിയത് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സൈസിലായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പാൻ വെച്ചു, എണ്ണയും ഒഴിച്ചു കഴിഞ്ഞു. ഇഡ്ഡലി 2 രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പായും ഷാലോ ഫ്രൈ ആയി ചെയ്തെടുക്കാം. അതായത് കുറച്ച് എണ്ണ ഒഴിച്ചും ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ചും, അതായത് ഡീപ്പ് ഫ്രൈ ആയും ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ തിന്നാൻ തോന്നും നമുക്ക്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. മോനിടയ്ക്ക് കൈയിട്ട് വാരുന്നുണ്ട് കേട്ടോ. ഇഡ്ഡലി ക്യൂബ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇനി പാനിൽ 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴികെ ബാക്കിയെല്ലാം എണ്ണ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് അങ്ങനെ റെഡി ആയിട്ട് വയ്ക്കാം. ഇനി അതിൻ്റെ ശേഷം ഗ്രീൻ ചില്ലി, നേരത്തെ അരിഞ്ഞ് വെച്ച 2-3 ഗ്രീൻ ചില്ലി ഞാൻ അതിലോട്ട് ഇടുന്നുണ്ട്. എണ്ണ പ്രത്യേകിച്ച് ചൂടാവേണ്ട ആവശ്യമില്ല, ഓൾറെഡി ചൂടാണല്ലോ. ഒരു അര കഷ്ണം ഇഞ്ചി, അതോടൊപ്പം 4-5 എല്ല് വെളുത്തുള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ആവശ്യത്തിനിടാം. 2 മീഡിയം സൈസ് സവോള അരിഞ്ഞത് ഇടാം. സവോള വേഗം വേവാനായി ഇച്ചിരി ഒരു നുള്ള് സോൾട്ട് ഇടാം. പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഇച്ചിരി സോൾട്ട് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു ടീസ്പൂൺ സോയ സോസ്, ഒന്നരയോ 2 ടീസ്പൂണോ ടൊമാറ്റോ സോസ് എടുക്കാം. വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ. ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 ടീസ്പൂണാണ്. വീണ്ടും പാകത്തിന് ഉപ്പിടാം. നന്നായി മിക്സ് ചെയ്യുക, ഇളക്കുക. അര ടീസ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ട് മിക്സ് ചെയ്യാം.
ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക, അടി പിടിക്കരുത്. മസാല റെഡിയായി കഴിഞ്ഞു. അതിലോട്ട് തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഇഡ്ഡലി ക്യൂബ്സ് അതിലോട്ടിടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ചില്ലി ഫ്രൈഡൊക്കെ ഒരു ലുക്ക് വരുന്നുണ്ട്. അടിപൊളിയാണ്. ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇഡ്ഡലി ക്യൂബ്സ് ആ സോഫ്റ്റ് ഉണ്ടായിരുന്ന ഇഡ്ഡലി ഒക്കെ അങ്ങ് പോവും കേട്ടോ. പോയിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ തന്നെ വരിക. ആ ഒരു മോഡിലായിരിക്കും ഇഡ്ഡലി ക്യൂബ്സ് വരുന്നത്. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കൊറിയൻഡർ ലീവ്സ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിഭവം റെഡിയായി. അപ്പോൾ നമ്മുടെ ഇഡ്ലി മഞ്ചൂരി അല്ലെങ്കിൽ ഇഡ്ലി ഫ്രൈ, ഇഡ്ലി ക്യൂബ്സ് റെഡിയായി. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല അട്രാക്റ്റീവ് ഉണ്ടോ? കഴിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? എന്തായാലും ഞാൻ ഷൂട്ട് കഴിയാൻ വേണ്ടി നിൽക്കുകയാണ്. കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് കഴിക്കണം. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഓരോരുത്തരും ഇത് വീട്ടിലുണ്ടാക്കിയതിന് ശേഷം എന്നെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ഥലവും എഴുതണം. സോ ദാറ്റ് ഈ വീഡിയോ ഏതൊക്കെ നാട്ടിൽ എത്തി എന്നറിയുന്നതിന് വേണ്ടിയാണ്. ഇതോടൊപ്പം ഒരു ടാസ്കും കൂടിയും, നിങ്ങളുടെ കയ്യിൽ നല്ലൊരു റെസിപ്പി ഉണ്ടെങ്കിൽ അത് ഈ ചാനലിലൂടെ പ്രദർശിപ്പിക്കണമെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ.ഡിയിലൂടെ ഫോൺ നമ്പർ സഹിതം എഴുതി അറിയിക്കുക. ഡിഷുമായി അടുത്ത ആഴ്ച കാണുന്നത് വരയ്ക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ബൈ.